10 വയസ്സുള്ള തൻ്റെ മകൾ പൊന്നുമണിയുടെ ശരീരത്തിലൂടെ ശങ്കരനമ്മാവൻ്റെ കൈകൾ ഇഴഞ്ഞു നടക്കുന്നത് കണ്ടപ്പോൾ രേഖ ഞെട്ടിപ്പോയി. ഈശ്വര, 60 വയസ്സ് കഴിഞ്ഞ ഇയാൾ എന്താണ് എൻ്റെ മകളെ കാണിക്കുന്നത്? രേഖ ആ കാഴ്ച കണ്ട് ഭയം കൊണ്ടും സങ്കടം കൊണ്ടും അടിമുടി വിറച്ചു. ഹാളിൽ സെറ്റിയിൽ ശങ്കരനമ്മാവൻ്റെ മടിയിലിരുന്ന് TV-യിൽ കാർട്ടൂൺ കാണുകയാണ് പൊന്നുമണി. കാർട്ടൂൺ കാണുമ്പോൾ ആകാശം ഇടിഞ്ഞു വീണാലും പൊന്നുമണി അറിയില്ല. പ്രായത്തിൽ കൂടുതൽ ശരീരവളർച്ച ഉണ്ടെങ്കിലും വീട്ടിൽ പൊന്നുമണിയുടെ വസ്ത്രധാരണത്തിൽ രേഖ ഒട്ടും ശ്രദ്ധിക്കാറില്ലായിരുന്നു. ചൂട് കാലമല്ലേ എന്ന് പറഞ്ഞ് പലപ്പോഴും അടിയുടുപ്പ് മാത്രമാണ് പൊന്നുമണി ധരിക്കുക. ഭർത്താവ് ജയൻ്റെ അമ്മാവനാണ് ശങ്കരനമ്മാവൻ. കുട്ടിക്കാലത്ത് അച്ഛൻ മരിച്ചപ്പോൾ ജയനെ വളർത്തിയതും പഠിപ്പിച്ചതും അമ്മാവനാണ്. അമ്മായി മരിച്ചതിനു ശേഷം ഇടയ്ക്കിടെ അമ്മാവൻ ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. ഇപ്പോൾ വന്നിട്ട് 2 ദിവസമായി. ഉച്ചയ്ക്ക് ഉണ്ണാൻ വിളിക്കാൻ അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വന്നപ്പോഴാണ് രേഖ ഈ നീചകൃത്യം കാണുന്നത്. ഒറ്റ നില മാത്രമുള്ള പഴയ ആ വീടിൻ്റെ ഹാള് കഴിഞ്ഞാൽ വിസിറ്റിംഗ് റൂം, അതിനുശേഷം അടുക്കള. സാധാരണ ഹാളിനും വിസിറ്റിംഗ് റൂമിനും ഇടയിലുള്ള വാതിൽ ചാരിയിടാറില്ല. ഇന്ന് അസാധാരണമായ ആരോ വാതിൽ ചാരിയിരിക്കുന്നത് കണ്ടപ്പോഴാണ് രേഖ വാതിലിനിടയിലൂടെ നോക്കിയത്. ശങ്കരനമ്മാവൻ്റെ കൈകൾ മടിയിലിരിക്കുന്ന പൊന്നുമണിയെ അടിമുടി ഒഴിയുകയാണ്. പൊന്നുമണി ചില എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അമ്മാവൻ അവൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളെപ്പറ്റി പറഞ്ഞ് അവളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. ദൈവങ്ങളെ, ഇയാളെൻ്റെ മകളെ എന്ത് ചെയ്യണമെന്നറിയാതെ രേഖ വിഷമിച്ചു. ഇനിയും ഈ വൃത്തികെട്ട മനുഷ്യനെ ഇതിനനുവദിച്ചുകൂടാ. അയാളുടെ മടിയിലിരിക്കുന്ന ഓരോ നിമിഷവും തൻ്റെ പൊന്നു മകൾ അവൾ അറിയാതെ കളങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തു ചെയ്യും? രേഖ അടുക്കളയിൽ ഒരു ഭ്രാന്തിയെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പൊന്നുമണിയെ അടുക്കളയിലേക്ക് വിളിച്ചാൽ പ്രശ്നം തീരുമോ? ഒരുപക്ഷെ ഇപ്പോൾ തീർന്നേക്കാം. പക്ഷേ അയാൾ അവസരം കിട്ടുമ്പോഴൊക്കെ വീണ്ടും ഇങ്ങനെ ചെയ്താലോ? രേഖയുടെ ഭയവും സങ്കടവും കൂടി വരുന്നു. ഒരു നിമിഷം പോലും ഇനി പാഴാക്കാനില്ല. എന്തെങ്കിലും ഉടനെ ചെയ്യണം. തൊണ്ട വരളുന്നത് പോലെ തോന്നിയപ്പോൾ രേഖ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിച്ചു. ഹാളിലേക്ക് ചെന്ന് പൊന്നുമണിയെ പിടിച്ചു വാങ്ങി അയാളുടെ ചെകിടത്തൊന്ന് കൊടുത്താലോ? വേണ്ട. അയാൾ വയസ്സനാണെങ്കിലും ആരോഗ്യവാനാണ്. ഇങ്ങനെയുള്ളവർ സ്വന്തം അഭിമാനം രക്ഷിക്കാൻ താൻ ചെയ്ത കുറ്റം മറച്ചു പിടിക്കാൻ വേണ്ടി എന്ത് ക്രൂരതയ്ക്കും തയ്യാറാകുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേരിട്ട് പ്രതികരിക്കുന്നത് നല്ലതല്ല. ഒരുപക്ഷെ താനും മകളും അയാളാൽ ആക്രമിക്കപ്പെട്ടേക്കാം. ഇവിടെ വികാരപരമായല്ല, വിവേകപരമായി പെരുമാറുകയാണ് വേണ്ടത്. രേഖ തൻ്റെ സമചിത്തത വീണ്ടെടുത്ത് സ്വയം പറഞ്ഞു. ജയേട്ടനെ വിളിച്ച് പറഞ്ഞാലോ? വേണ്ട. വ്യക്തമായ തെളിവില്ലാതെ ജയേട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കൽ താൻ ഡ്രസ്സ് മാറുന്നത് അമ്മാവൻ ഒളിഞ്ഞു നോക്കി നിന്നത് ജയേട്ടനോട് പറഞ്ഞിട്ടും ജയേട്ടൻ വിശ്വസിച്ചിട്ടില്ല. അമ്മാവൻ അങ്ങനെ ചെയ്യില്ല, നിനക്ക് തോന്നിയതാവും. ആ മനുഷ്യനോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. അദ്ദേഹത്തെപ്പറ്റി മേലിൽ ഇത്ര അനാവശ്യം പറയരുത് എന്നാണ് അന്ന് ജയേട്ടൻ പറഞ്ഞത്. അതിൻ്റെ പേരിൽ ജയേട്ടനുമായി വഴക്കിട്ട് 1 മാസം രേഖ സ്വന്തം വീട്ടിൽ പോയി നിന്നിട്ടുമുണ്ട്. അന്നു മുതൽ രേഖയ്ക്ക് അമ്മാവനെ വെറുപ്പാണ്. ജയേട്ടനെ ധിക്കരിച്ച് അയാളോട് ഇങ്ങോട്ട് വരരുത് എന്ന് മുഖത്ത് നോക്കി പറയാനും പറ്റാത്ത അവസ്ഥയാണ്. ജയേട്ടനെ വിളിച്ചു വരുത്തി നേരിട്ട് കാണിച്ചു കൊടുക്കാം രേഖ ചിന്തിച്ചു. പക്ഷേ ജയേട്ടൻ ഓഫീസിൽ നിന്ന് വീട്ടിലെത്തണമെങ്കിൽ ഏകദേശം 1/2 മണിക്കൂർ പിടിക്കും. ആ 1/2 മണിക്കൂർ കൂടി തൻ്റെ പൊന്നുമണി അയാളുടെ മടിയിൽ. രേഖയ്ക്ക് അത് ചിന്തിക്കാനേ കഴിഞ്ഞില്ല. എന്തായാലും അമ്മാവനുമായിട്ടുള്ള ഈ വീടിൻ്റെ ബന്ധം ഇന്ന് അവസാനിക്കണം, രേഖ ഉറപ്പിച്ചു. ജയേട്ടൻ തെളിവ് സഹിതം ഈ സംഭവം അറിയണം. എന്നാലേ ഈ ദുഷ്ടൻ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി ഒഴിഞ്ഞു പോവുകയുള്ളൂ. ഇനിയൊന്നും ചിന്തിക്കാനില്ല. രേഖ മൊബൈൽ എടുത്തു. ചാരിയിട്ടിരിക്കുന്ന വാതിലിൻ്റെ വിടവിലൂടെ രേഖ തൻ്റെ മൊബൈൽ ക്യാമറയിലൂടെ അമ്മാവൻ പൊന്നുമണിയെ ചെയ്യുന്നത് ഷൂട്ട് ചെയ്തു. 1 മിനിറ്റ് വീഡിയോ എടുത്ത് പെട്ടെന്ന് രേഖ വീടിൻ്റെ പുറകിലേക്ക് ഓടി. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. അയ്യോ, കറണ്ട് പോയി. ഞാൻ പോയി ഊഞ്ഞാലാടട്ടെ എന്ന് പറഞ്ഞ് പൊന്നുമണി മുറ്റത്തെ കൂടി. രേഖയ്ക്ക് സമാധാനമായി. സെറ്റിയിലിരിക്കുന്ന അമ്മാവനെ വാതിലിനിടയിലൂടെ വീണ്ടും രേഖ നോക്കി. അയാളുടെ ശ്വാസോച്ഛ്വാസം വർദ്ധിച്ചിരുന്നു. കണ്ണുകൾ ചുവന്നിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ജയേട്ടനെ കാണിക്കണം. ഇന്നത്തോടെ ഇയാളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം. രേഖ വേഗം റൂമിൽ കയറി ഡ്രസ്സ് മാറി. ഹാളിലേക്ക് വന്നപ്പോൾ അമ്മാവനെ കണ്ടില്ല. ഊഞ്ഞാലാടുന്ന പൊന്നുമണിയെ വിളിക്കാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച രേഖയെ വീണ്ടും ഞെട്ടിച്ചു. രേഖയെ അടിമുടി തളർത്തി. ഊഞ്ഞാലാടുമ്പോൾ വസ്ത്രം പറന്നുയരുമ്പോൾ പൊന്നുമണിയുടെ കാൽമുട്ടുകൾക്ക് മീതെ കാണാമായിരുന്നു. അത് നോക്കി നിന്ന് അമ്മാവൻ എന്തൊക്കെയോ കാണിക്കുന്നു. ആത്മസംതൃപ്തി അടയുന്നു. ഛേ, ഇത്രയും വൃത്തികെട്ട പിശാചാണോ ഇയാൾ? ഒരു കൊച്ചുകുട്ടിയിൽ ലൈംഗിക സംതൃപ്തി കണ്ടെത്തുന്ന ഇയാളെയൊക്കെ കല്ലെറിഞ്ഞു കൊല്ലണം. രേഖ പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. അമ്മാവന് യാതൊരു സംശയവും തോന്നാത്ത രീതിയിൽ പൊന്നുമണിയെ വിളിച്ചുകൊണ്ടുപോയി വസ്ത്രം മാറ്റി വീടിന് പുറത്തേക്കിറങ്ങി. അടുക്കളയിൽ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. അമ്മാവൻ കഴിച്ചോളൂ, പൊന്നുമണിയെ ഡോക്ടറെ കാണിച്ചിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് രേഖ പൊന്നുമണിയെയും കൂട്ടി റോഡിലേക്കിറങ്ങി. ഒരു ഓട്ടോ പിടിച്ച് രേഖയും പൊന്നുമണിയും ജയേട്ടൻ്റെ ഓഫീസിലെത്തി. വീഡിയോ കണ്ടതും ജയൻ ഒരു നിമിഷം പോലും ഓഫീസിൽ നിന്നില്ല. ഭാര്യയെയും മകളെയും കൊണ്ട് തൻ്റെ കാറിൽ
വീട്ടിലേക്ക് പാഞ്ഞു. അമ്മാവൻ ഉമ്മറത്തിണ്ണയിൽ ഇരിപ്പുണ്ട്. എന്തോ വലിയ നഷ്ടം സംഭവിച്ച പോലെയാണ് അയാളുടെ മുഖത്തെ ഭാവം. കാറിൽ നിന്നിറങ്ങി ജയൻ നേരെ അമ്മാവൻ്റെ അരികിലെത്തി. അടക്കാനാവാത്ത ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ചോദിച്ചു, അമ്മാവാ, ഈ ചതി എന്നോട് വേണമായിരുന്നോ? എന്താ മോനെ പ്രശ്നം? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നിങ്ങളുടെ ലൈംഗിക വൈകൃതങ്ങൾ എൻ്റെ മകളിൽ തീർക്കണമായിരുന്നോ? ആ പാവം കുട്ടിയിൽ നിങ്ങളിങ്ങനെ ത്രസിപ്പിക്കുന്ന എന്തായിരുന്നു കണ്ടെത്തിയത്? മോനെ, ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് നീ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. താൻ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ അമ്മാവൻ വളരെ ദയനീയമായി മറുപടി പറഞ്ഞു. നിങ്ങൾ എൻ്റെ മകളെ ഒന്നും ചെയ്തില്ലേ? ഇല്ല, ഞാനൊന്നും ചെയ്തില്ല. അവൾ നമ്മുടെ പൊന്നൂണിയല്ലേ? ഭയത്തോടെ അല്പം വാത്സല്യം കലർത്തി അമ്മാവൻ ജയന് മറുപടി കൊടുത്തു. ജയൻ മൊബൈൽ എടുത്ത് വീഡിയോ ഓണാക്കി അമ്മാവനെ കാണിച്ചു. വീഡിയോ കണ്ടതും താൻ പിടിക്കപ്പെട്ടു എന്ന് അമ്മാവൻ തിരിച്ചറിഞ്ഞു. ഇനിയും നിങ്ങൾ എൻ്റെ മകളുടെ ശരീരത്തിൽ നിങ്ങളുടെ കാമം തീർത്തില്ല എന്ന് പറയാമോ എന്ന് ജയൻ ചോദിച്ചു. അമ്മാവൻ്റെ ചെകിട്ടത്തൊന്നു കൊടുത്തു. അടികൊണ്ട വേദനയിൽ അമ്മാവൻ പുളഞ്ഞു. മോനെ, നീ എന്നോട് ക്ഷമിക്കണം. മിണ്ടിപ്പോകരുത്. ഇന്നത്തോടെ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചു. ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങണം. മേലിൽ ഈ പടി ചവിട്ടരുത്. അമ്മാവൻ്റെ ക്ഷമാപണത്തിന് മറുപടിയായി ജയൻ പറഞ്ഞു. എനിക്ക് നിങ്ങളോട് ഒരുപാട് കടപ്പാടുണ്ട്. അതുകൊണ്ട് ഞാൻ പോലീസിൽ പരാതി കൊടുക്കുന്നില്ല. മേലിലൊരു കുട്ടികളോടും ഇങ്ങനെ പെരുമാറരുത്, ജയൻ കൂട്ടിച്ചേർത്തു. ശങ്കരനമ്മാവൻ തല താഴ്ത്തിപ്പിടിച്ച് എന്നേക്കുമായി ആ വീടിൻ്റെ പടി ഇറങ്ങി. ജയൻ രേഖയെയും പൊന്നുമണിയെയും ചേർത്ത് പിടിച്ച് വീട്ടിലേക്ക് കയറി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.